സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 9 ആണ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 3 കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ നമ്മൾ ഓൾറെഡി സ്റ്റോണും ബ്രിക്കും ടൈലും എടുക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു 1 അവറിൻ്റെ ഒരു താഴപ്പോൾ തന്നെ ഞാൻ സ്റ്റോണിൻ്റെ ക്ലാസ് വെച്ച് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബ്രിക്കും ടൈലും കൂടെ എടുത്ത് തീർക്കാം. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സസ് കുറച്ചുകൂടെ സ്പീഡാക്കുന്നതായിരിക്കും. കാരണം നമുക്ക് കുറച്ചുകൂടെ സിലബസ് കവർ ചെയ്യാനുണ്ട് അല്ലേ. ഒരുപാട് സിലബസ് ഇതേ രീതിയിൽ കറക്റ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡായിട്ടായിരിക്കും നമ്മൾ ക്ലാസ് പോകുന്നുണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രിക്കാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ബ്രിക്കിൽ റോ മെറ്റീരിയൽസ് യൂസ്ഡ്, അതുപോലെ തന്നെ കോമ്പോസിഷൻസ് ഓഫ് ബ്രിക്ക് എർത്ത്, മാനുഫാക്ചറിങ് മെത്തേഡ്സും, പിന്നെ കിലൻസ്, പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക് അല്ലേ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രിക്ക് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് പേർപ്പസ് ആണ്. പിന്നെ ടൈലിൽ നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് ടൈല്, ക്യാരക്ടറിസ്റ്റിക്സ് യൂസ്ഡ് ഫോർ ഫ്ലോറ്, വാള്, റൂഫിംഗ് ടൈൽസ്, പിന്നെ പോർസലൈന്, വിട്രിഫൈഡ് ആൻഡ് ഗ്ലേസ്ഡ് ടൈല്, എർത്തൻ വെയർ ആൻഡ് സ്റ്റോൺ വെയർ പൈപ്സ് യൂസസ്, അതുപോലെ തന്നെ ക്വാളിറ്റീസ് അല്ലേ. പിന്നെ നമുക്ക് അത്ര പോർഷൻസ് ആണ് നമുക്ക് ടൈലിലും സ്റ്റോൺ ബ്രിക്കിലായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ ബ്രിക്ക് അല്ലേ, ബ്രിക്കിൻ്റെ പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ബ്രിക്കിൽ നമുക്ക് മെയിനായിട്ട് ജസ്റ്റ് ഒരു എന്താണ് ട്രഡീഷണൽ ബ്രിക്ക്, എന്താണ് മോഡുലാർ ബ്രിക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. ട്രഡീഷണൽ ബ്രിക്കിൻ്റെ സൈസ് എത്രയാണ് വരുന്നത്? ട്രഡീഷണൽ ബ്രിക്ക് അല്ലെങ്കിൽ നോൺ മോഡുലാർ ബ്രിക്ക് അല്ലേ. ട്രഡീഷണൽ ബ്രിക്കിൻ്റെ സൈസ് എത്രയാണ് വരുന്നത്? ട്രഡീഷണൽ ബ്രിക്ക് എന്ന് പറയുന്നത് 23/11.4/7.6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇതാണ് ഒരു ട്രഡീഷണൽ ബ്രിക്കിൻ്റെ സൈസ് വരുന്നത്. പിന്നെ മോഡുലാർ ബ്രിക്ക് ആണെങ്കിലോ, മോഡുലാർ ബ്രിക്ക് അല്ലേ, മോഡുലാർ ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നോർമൽ സൈസും അല്ലേ, സ്റ്റാൻഡേർഡ് സൈസും നോർമൽ സൈസും അല്ലെങ്കിൽ നോമിനൽ സൈസ് അല്ലേ, നോമിനൽ സൈസ് എന്ന് എഴുതാം. നോമിനൽ സൈസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോമിനൽ സൈസ് അല്ലേ. സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ് വരുന്നത്? സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത് 19/9/9 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. പിന്നെ നോമിനൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡേർഡ് സൈസിൻ്റെ കൂടെ മോട്ടാർ തിക്നെസ്സും കൂടെ കൂടിയിട്ട് വരുന്നത് അല്ലേ. അത് എത്രയാണ് വരിക? 20/10/10 ആണ് നോമിനൽ സൈസ് വരുന്നത് മോഡുലാർ ബ്രിക്കിൻ്റെ. ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് കോമ്പോസിഷൻസ് ഓഫ് ബ്രിക്ക് എർത്ത് അല്ലേ. കോമ്പോസിഷൻ ഓഫ് ബ്രിക്ക് എർത്ത് പഠിക്കാൻ കുറച്ചുകൂടെ സിമ്പിളാണ്. നമ്മൾ എന്താണ് സാലിം എന്നുള്ള ടേം കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. SALIM എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. എസ് ഫോർ സിലിക്ക, എസ് ഫോർ സിലിക്ക. പിന്നെ A ഫോർ എന്താണ്? A ഫോർ അലൂമിന അല്ലേ. സിലിക്ക, A ഫോർ അലൂമിന. L ഫോർ ലൈം, I ഫോർ അയേൺ ഓക്സൈഡ് അല്ലേ, അയേൺ ഓക്സൈഡ്. പിന്നെ M ഫോർ മഗ്നീഷ്യ ആണ്. അപ്പം ഇത്രയും ആണ് നമുക്ക് കോമ്പോസിഷൻസ് ഓഫ് ബ്രിക്ക് എർത്തിനെ നോക്കാനുള്ളത്. അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെയും കണ്ടന്റും അതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ബ്രിക്ക് ഉണ്ടാക്കേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതും കൂടെ നമുക്ക് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ സിലിക്ക അല്ലേ. സിലിക്ക എത്ര കണ്ടന്റ് ആണ് ബ്രിക്കിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 to 60% ആണ് അല്ലേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ മേജർ കണ്ടന്റ് ആണ് അല്ലേ. ബ്രിക്കിൽ ഒരു മേജർ കണ്ടന്റ് ആണ് സിലിക്ക എന്ന് പറയുന്നത്. എന്താണ് ഇത്? ഈ സിലിക്ക ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ബ്രിക്കിൻ്റെ ക്രാക്കിങ്ങും ഷ്രിങ്കേജും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും അല്ലേ. പ്രിവെൻറ്റ് ക്രാക്ക് അതുപോലെ തന്നെ ഷ്രിങ്കേജ് എന്നൊക്കെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ യൂണിഫോം ഷേപ്പ് ഒക്കെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സിലിക്ക എക്സസ് ആയാലോ? സിലിക്ക എക്സസ് ആയാൽ എന്താണ് സംഭവിക്കുക? സിലിക്ക എക്സസ് ആയി കഴിഞ്ഞാൽ ബ്രിക്ക് ബിക്കം ബ്രിട്ടിൽ അല്ലേ. അപ്പം എക്സസ് ആണെങ്കിൽ സിലിക്ക എക്സസ് ആയി കഴിഞ്ഞാൽ ബ്രിക്ക് ബ്രിട്ടിലാവുന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് അല്ലേ. സെക്കൻഡ് എന്താണ് വരുന്നത്? സെക്കൻഡ് കോമ്പോസിഷൻ വരുന്നത് അലൂമിന അല്ലേ. അലൂമിന ആണ്. അലൂമിന എത്ര കണ്ടന്റ് ആണ്, എത്ര പെർസെൻറ്റേജ് ആണ് ബ്രിക്കിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 to 30% ആണ് അല്ലേ ബ്രിക്കിൽ വരുന്നത്. 20 to 30% ആണ്. ചീഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് അല്ലേ
ബ്രിക്ക് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അലൂമിന ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി അല്ലേ, പ്ലാസ്റ്റിസിറ്റി ആണ് ഈ ഒരു അലൂമിന ഇമ്പാക്റ്റ് ചെയ്യുന്നത്. എക്സസ് ആയി കഴിഞ്ഞാലോ, അലൂമിന എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എക്സസ് ആയി കഴിഞ്ഞാൽ ഷ്രിങ്കേജ് ഒക്കെയാണ് അല്ലേ ഉണ്ടാവുക, ഷ്രിങ്കേജും റാപ്പിങ്ങും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്ന കണ്ടന്റ് ഏതാണ്? ലൈം അല്ലേ. തേർഡ് വണ്ണ് നമ്മൾ ലൈമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈം എത്ര കണ്ടന്റ് ആണ്? <5% ആണ് വുഡ് ബ്രിക്കർത്തിൽ വേണ്ടത്. അപ്പം അതിൽ എന്തിനാണ് നമ്മൾ ലൈം ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ഷ്രിങ്കേജ് ഓഫ് റോ ബ്രിക്ക് അല്ലേ, ഷ്രിങ്കേജ് ഓഫ് റോ ബ്രിക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൈം എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ബ്രിക്ക് മെൽറ്റ് അല്ലേ, ബ്രിക്ക് മെൽറ്റ് ആൻഡ് ഷേപ്പ് ലോസ് അല്ലേ, ഷേപ്പ് ലോസ്ഡ്. അതാണ് ലൈമിൻ്റെ അതിൽ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വൺ അയേൺ ഓക്സൈഡ് അല്ലേ, നെക്സ്റ്റ് വൺ ആണ് അയേൺ ഓക്സൈഡ്. അത് എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ. അയേൺ ഓക്സൈഡ് എന്തിനാണ് നമ്മൾ ബ്രിക്കിൽ ആഡ് ചെയ്യുന്നത്? കളറിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇതിൻ്റെ കണ്ടന്റ് 5 to 6% ആണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ബ്രിക്കിന് നിങ്ങൾക്ക് അറിയാലോ ഒരു റെഡ് കളറാണല്ലേ ഉണ്ടാവുക, ആ ഒരു റെഡ് കളർ കൊടുക്കുന്നത് അയേൺ ഓക്സൈഡ് ആണ്. ഇമ്പാക്റ്റ് റെഡ് കളർ ടു ബ്രിക്ക് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എക്സസ് ആയി കഴിഞ്ഞാൽ ബ്രിക്കിന്റെ കളർ ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ട് മാറും അല്ലേ. എക്സസ് ആയി കഴിഞ്ഞാൽ കളർ ബിക്കം ഡാർക്ക് ബ്ലൂ അല്ലേ, ഡാർക്ക് ബ്ലൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ലാസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മഗ്നീഷ്യ അല്ലേ. മഗ്നീഷ്യൻ്റെ കണ്ടന്റ് എത്രയാണ്? 1 to 2% എന്ന് പറയാം. 1 to 2% ആണ്. എന്താണ് ഇത് പ്രിവെന്റ് ചെയ്യുന്നത്? ഷ്രിങ്കേജ് ആണ് അല്ലേ, പ്രിവെന്റ് ഷ്രിങ്കേജ് എന്നുള്ളത് ഓർക്കുക. പിന്നെ എക്സസ് ആയി കഴിഞ്ഞാൽ ഡീകേ ഓഫ് ബ്രിക്കിന് കാരണമാവും അല്ലേ. എക്സസ് കോസസ് ഡീകേ ഓഫ് ബ്രിക്ക് ആണ്. അപ്പം അത്രയാണ് നമ്മളെ ബ്രിക്കിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക് നോക്കുകയാണെങ്കിൽ അല്ലേ, ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ് വരുന്നത്? മാനുഫാക്ചർ ഓഫ് ബ്രിക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് സ്റ്റെപ്പ് വരുന്നത്? മാനുഫാക്ചർ ഓഫ് ബ്രിക്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുക? ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ് അല്ലേ, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ്. ക്ലേനെ പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് പിന്നെ നമ്മൾ മൗൾഡ് ചെയ്യും അല്ലേ, പ്രിപ്പയർ ചെയ്ത ആ ഒരു ക്ലേനെ നമ്മൾ മൗൾഡ് ചെയ്തതിന് ശേഷം അതിനെ ഡ്രൈ ചെയ്യും. ഡ്രൈയിങ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യുക? ബേണിങ് അല്ലേ. ഇതാണ് നമ്മളെ ഈ ഒരു മാനുഫാക്ചർ ഓഫ് ബ്രിക്കിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, മൗൾഡിങ്, ഡ്രൈയിങ്, ബേണിങ് അല്ലേ. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറയാം. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് തന്നെ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ പറഞ്ഞില്ലേ. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് നോക്കാനുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ അല്ലേ, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക? ആദ്യം നമ്മൾ അൺസോയിൽ നമ്മളിപ്പോൾ ഒരു ഇത്ര ഒരു ഡെപ്തിൽ, ഒരു 200 mm ഡെപ്തിൽ നമ്മൾ അൺസോയിൽ ചെയ്യും അല്ലേ. അൺസോയിൽ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഡിഗ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യും അല്ലേ. ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ വെതറിങ് ചെയ്യും, പിന്നെ ബ്ലെൻഡിങ് ചെയ്യും, പിന്നെയാണ് അല്ലേ ടെമ്പറിങ് ചെയ്യുന്നത്. അപ്പം ഇത്രയും പ്രോസസ്സാണ് നമുക്ക് ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ വരുന്നത്. ഫസ്റ്റ് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ അൺസോയിലിംഗ് ചെയ്യും അല്ലേ. അൺസോയിലിംഗ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അൺസോയിലിംഗ് ഒരു 200 mm ഡെപ്തിൽ നമ്മൾ സാൻഡിനെ എടുത്ത് മാറ്റും അല്ലേ.
സാൻഡിനെ എടുത്തു മാറ്റും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നെക്സ്റ്റ് ആണ് നമ്മൾ ഡിഗ്ഗിങ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ഡിഗ്ഗിങ് ആണ് വരുന്നത്. തേർഡ് വൺ എന്താണ്, ക്ലീനിങ് അല്ലേ. ഡിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാൻഡിനെ നമ്മൾ എടുത്ത് പരത്തി വെക്കും അല്ലേ, ഒരു ലെവൽ ഗ്രൗണ്ടിലേക്ക്. എന്നിട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെബിൾസും വെജിറ്റബിൾ മാറ്റേഴ്സും ഒക്കെ ഉണ്ടാവും അല്ലേ, അതിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ വെതറിങ് അല്ലേ, നമ്മൾ എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയറിലേക്ക് വെച്ചിട്ട് ഈ ഒരു നമ്മൾ ക്ലീൻ ചെയ്ത ആ ഒരു സാൻഡിനെ നമ്മൾ വെതർ ചെയ്തെടുക്കും അല്ലേ. അതാണ് നമ്മൾ വെതറിങ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, ബ്ലെൻഡിങ് അല്ലേ. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഹാർമോണിയസ് മിക്സിങ് അല്ലേ, കറക്റ്റ് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, ടെമ്പറിങ് അല്ലേ. ടെമ്പറിങ് എന്താണ്, ടെമ്പറിങ് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് കിട്ടേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനെ മൗൾഡ് ചെയ്യുമ്പം അതിന് ആ ഒരു ക്ലേക്ക് ഒരു പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറിങ് ചെയ്യുന്നത്. ടെമ്പറിങ്ങിൽ തന്നെ നമുക്ക് നീഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ പ്ലഗിങ്ങും ഉണ്ട് അല്ലേ. നീഡിങ്ങും നിങ്ങൾ റിവൈസ് ചെയ്തതിന് ശേഷം ഈ ക്ലാസ് കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ കുറച്ച് സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ ക്ലാസ് പോകുന്നത്, കാരണം റിവിഷൻ സീരീസ് ആണ് അല്ലേ. ഓക്കെ, അപ്പം എല്ലാവരും ക്ലാസ് പഠിച്ചതിന് ശേഷം വന്നിട്ടൊന്ന് റിവിഷൻ സീരീസ് കേൾക്കാൻ നോക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലത്. അപ്പം നീഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, നീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിങ് ക്ലേ വാട്ടറിലെ മിക്സിങ് ക്ലേ വിത്ത് വാട്ടറിനെയാണ് നമ്മൾ നീഡിങ് എന്ന് പറയുന്നത്. അതുപോലെ പഗ്ഗിങ് ആണെങ്കിൽ ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ ആണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. നീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിങ് ക്ലേ വിത്ത് വാട്ടർ ആണ്. പഗ്ഗിങ് ആണെങ്കിൽ ഗ്രൈൻഡിങ് ക്ലേ വിത്ത് വാട്ടർ അല്ലേ. അപ്പം ഇതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, മൗൾഡിങ് അല്ലേ. മൗൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആ ഒരു സൈസിലേക്ക് മൗൾഡ് ചെയ്യുന്നത് അല്ലേ. മൗൾഡിങ്ങിലും ഹാൻഡ് മൗൾഡിങ്, മെഷീൻ മൗൾഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പം അത് ജസ്റ്റ് അതായിട്ട് നമ്മളെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. മൗൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഷേപ്പിലേക്ക് നമ്മൾ ബ്രിക്കിനെ മൗൾഡ് ചെയ്തെടുക്കുന്നതിനെയാണ് അല്ലേ. മൗൾഡിങ്ങിൽ ജസ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പിംഗ് മൗൾഡ് വിത്ത് വാട്ടർ ആണെങ്കിൽ അതിന് നമ്മൾ സ്ലോപ്പ് മൗൾഡഡ് എന്നും പറയും. സ്പ്രിംഗ്ലിംഗ് ആഷ് ഓർ സാൻഡ് ആണെങ്കിൽ അതിന് നമ്മൾ സാൻഡ് മൗൾഡഡ് എന്ന് പറയും. പിന്നെ ഫ്രോഗ് എന്നുള്ളൊരു ടേം അല്ലേ. സ്ലോപ്പ് മൗൾഡഡ് എന്താണ്, ഇത് പറഞ്ഞിട്ട് അത് പറയാം. സ്ലോപ്പ് മൗൾഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പിംഗ് മൗൾഡ് ഇൻ വാട്ടർ ആണ്. സാൻഡ് മൗൾഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ്ലിംഗ് സാൻഡ് ആണ് അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഫോംഡ് ഓൺ ടോപ്പ് ഫേസിൽ, നമ്മൾ ഒരു ബ്രിക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് ഫേസിൽ ഒരു ഡിപ്രഷൻ ഫോം ചെയ്യും അല്ലേ. അപ്പം ഇങ്ങനത്തെ രീതിയിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ആണെങ്കിൽ അതൊക്കെ നമ്മൾ ബ്രിക്കിൻ്റെ മുകളിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. ഒരു ഡിപ്രഷൻ ആണ്, അത് ഓർത്ത് വെക്കുക. ടോപ്പ് ഫേസിലായിരിക്കും അല്ലേ, ബ്രിക്കിൻ്റെ ടോപ്പ് ഫേസിലായിരിക്കും ഉണ്ടാവുക. ഫ്രോഗ് എന്താണ്, ഡിപ്രഷൻ അല്ലേ. ഡിപ്രഷൻ എവിടെയാണ്, ടോപ്പ് ഫേസിൽ അല്ലേ. ടോപ്പ് ഫേസ് ഓഫ് ബ്രിക്കിലാണ് ഉണ്ടാവുക, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്, നെക്സ്റ്റ് ഡ്രൈയിങ് എന്നുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നതിനെ, ഈ മൗൾഡ് ചെയ്ത് വെച്ച ബ്രിക്കിനെ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഡ്രൈയിങ് എന്ന് പറയുന്നത്.
പിന്നെ ഫോർത്ത് വൺ ബേണിംഗ് അല്ലേ, ബേണിംഗ് ആണ് നമ്മളെ സിലബസിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ബ്രിക്ക് ബേൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1100 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഈ ഒരു ബേണിംഗ് നമ്മൾ ചെയ്യുന്നത് ക്ലാമ്പ് ബേണിങ്ങും ഉണ്ട്, കിലൻ ബേണിങ്ങും ഉണ്ട്. അതാണല്ലോ നമ്മൾ സിലബസിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ക്ലാമ്പ് ബേണിങ്ങും കിലൻ ബേണിങ്ങും എന്നുള്ള രീതിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ് ക്ലാമ്പ് ബേണിങ്ങും കിലൻ ബേണിങ്ങും എന്നുള്ളത് നോക്കാം. ഇതിൽ ക്ലാമ്പ് ബേണിങ്ങും പിന്നെ അതുപോലെ തന്നെ കിലൻ ബേണിങ്ങും അല്ലേ, കിലൻ കിൻ എന്നൊക്കെ പറയാം, KILN ആണ് കിൻ ബേണിംഗ്. അതിൽ ക്ലാമ്പ് ബേണിങ് നമ്മൾ ചെയ്യുന്നത് സ്മോൾ സ്കെയിൽസ്, അതായത് കുറച്ച് സൈസസ് ഒക്കെ ആണെങ്കിൽ സ്മോൾ സ്കെയിലിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു ക്ലാമ്പ് ബേണിംഗ് എന്ന് പറയുന്നത്. സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. കിലൻ ബേണിംഗ് അല്ലെങ്കിൽ കിൻ ബേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് കേട്ടോ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ്. അപ്പം എന്താണ് ക്ലാമ്പ് ബേണിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ക്ലാമ്പ് ബേണിംഗ് അല്ലേ, ക്ലാമ്പ് ബേണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെ ഫ്യൂവൽ കൊടുത്തിട്ട് ലെയർ ആയിട്ട് നമ്മൾ ബ്രിക്ക് ഇട്ടതിന് ശേഷം ഫ്യൂവൽ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബ്രിക്കിനെ ബേൺ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ക്ലാമ്പ് ബേണിംഗ് എന്ന് പറയുന്നത്. ക്ലാമ്പ് ബേണിംഗ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ നമ്മൾ ഫ്യൂവൽ കൊടുക്കും അല്ലേ, ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഫ്യൂവൽ കൊടുക്കും, പിന്നെ ലെയർ ഓഫ് റോ ബ്രിക്ക് കൊടുക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്യൂവൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ റോ ബ്രിക്കിനെ വെച്ച് കൊടുക്കും അല്ലേ, എന്നിട്ട് ഇവിടെ ഫ്യൂവൽ കൊടുക്കും, പിന്നെ റോ ബ്രിക്കിനെ വെച്ച് കൊടുക്കും. ഇതേ രീതിയിൽ നമ്മൾ ബേൺ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ക്ലാമ്പ് ബേണിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ് അല്ലേ, ടെമ്പററി സ്ട്രക്ചർ ആണ്. അപ്പം ഇത് നോക്കി വെക്കുക. പിന്നെ കിലൻ ബേണിംഗ് എന്ന് പറഞ്ഞാലോ, കിലൻ ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ബേൺ ചെയ്തെടുക്കാം. ലാർജ് സ്കെയിലാണ് നമ്മൾ പറഞ്ഞു. ഇത് ഇന്റർമിറ്റന്റ് കിലനും ഉണ്ട്, കണ്ടിന്യൂസ് കിലനും വരുന്നുണ്ട്. ഇന്റർമിറ്റന്റും കണ്ടിന്യൂസ് കിലനും വരുന്നുണ്ട്. അതിൽ ഇന്റർമിറ്റന്റ് കിലൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബ്രിക്കിന്റെ കുറച്ച് ബ്രിക്ക് ഇട്ട് അത് കംപ്ലീറ്റ് ബേൺ ആയ ശേഷം നമ്മൾ അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർമിറ്റന്റ് കിലൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് കിലൻ ആണെങ്കിൽ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവും. ഒരു സെറ്റ് ബേൺ ആയതിനു ശേഷം കറക്റ്റ് സെറ്റ് ആയതിനു ശേഷം അടുത്തത് നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് കിലൻ എന്ന് പറയുന്നത്. ഇന്റർമിറ്റന്റ് കിലനും പിന്നെ കണ്ടിന്യൂസ് കിലനും അല്ലേ. അതിൽ കണ്ടിന്യൂസ്, ഇന്റർമിറ്റന്റ് കിലൻ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് കിലൻ. ഈ ഒരു കണ്ടിന്യൂസ് കിലനിൽ വരുന്നതാണ് ബുൾ സ്ട്രെഞ്ച്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ബുൾ സ്ട്രെഞ്ച് കിലൻ. അതുപോലെ തന്നെ ഹോഫ്മാൻസ് കിലൻ, പിന്നെ അതുപോലെ തന്നെ ടണൽ കിലനൊക്കെ വരുന്നത് ഈ ഒരു കണ്ടിന്യൂസ് കിലനിൽ വരുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് കിലനിൽ ബുൾ സ്ട്രെഞ്ച് കിലൻ അല്ലേ, ബുൾ സ്ട്രെഞ്ച് ഓരോന്നിൻ്റെതും ജസ്റ്റ് ഒന്ന് എടുത്ത് പറയാം. ബുൾ സ്ട്രെഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുൾ സ്ട്രെഞ്ച് കിലനാണ് വൈഡ്ലി ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ സെക്കൻഡ് വൺ എന്താണ്, ഹോഫ്മാൻസ് കിലൻ അല്ലേ. ഹോഫ്മാൻസ് കിലൻ ആണ് സെക്കൻഡ് വൺ പറയുന്നത്. ഹോഫ്മാൻസ് കിലൻ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കിലനാണ് കേട്ടോ. ഹോഫ്മാൻസ് കിലൻ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കിലനാണ് ഈ ഒരു ഹോഫ്മാൻസ് കിലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ബ്രിക്കിന്റെ ടെസ്റ്റിലേക്ക് പോവാം അല്ലേ. ബ്രിക്കിന്റെ ടെസ്റ്റ് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ഒരു ഗുഡ് ബ്രിക്കിന് വേണ്ട ടെസ്റ്റുകളിൽ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് വാല്യൂസ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലേ. ഒരു ഗുഡ് ബ്രിക്കിന് വേണ്ട മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ് വരുന്നത്? മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് 3.5 Newton/mm² ആണ്. ഒരു ഗുഡ് ബ്രിക്കിന് എത്രയാണ്
കംപ്രസീവ് സ്ട്രെങ്ത് വേണ്ടത് മിനിമം 3.5 ന്യൂട്ടൺ പെർ mm² ആണ് വേണ്ടത്. അതിൽ പിന്നെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നുള്ള രീതിയിൽ വീണ്ടും ഉണ്ട് അല്ലേ. ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് എന്നുള്ള രീതിയിൽ ബ്രിക്കിൻ്റെത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 14 ന്യൂട്ടൺ പെർ mm² ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആണ് വരിക. 7 to 14 ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ് ആണ് വരിക. 3.5 to 7 അല്ലേ, 7 ആണെങ്കിൽ തേർഡ് ക്ലാസ് ആണ് വരിക. നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ വാട്ടർ അബ്സോർപ്ഷൻ അല്ലേ, വാട്ടർ അബ്സോർപ്ഷൻ ആണ് അടുത്ത നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. വാട്ടർ അബ്സോർപ്ഷൻ അല്ലേ, വാട്ടർ അബ്സോർപ്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് അല്ലേ 3 ടൈപ്പ് ബ്രിക്കാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അല്ലേ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 20 ആണ് അല്ലേ, നോട്ട് ഗ്രേറ്റർ ദാൻ 20% ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് ആണെങ്കിലോ, സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 22 ആണ് അല്ലേ വരുന്നത്, 22% ആണ് വരുന്നത്. അതുപോലെ തന്നെ തേർഡ് ക്ലാസ് ആണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് 25% ആണ്. നോക്കി വെക്കുക, വാട്ടർ അബ്സോർപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രിക്കിന്റെ ഹാർഡ്നെസ് അല്ലേ, ഹാർഡ്നെസ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഹാർഡ്നെസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്ക്രാച്ച്ഡ് വിത്ത് ഫിംഗർ ആണ് അല്ലേ, സ്ക്രാച്ച്ഡ് വിത്ത് ഫിംഗർ നെയിലാണ്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കും അല്ലേ, ഫിംഗർ നെയിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയാണ് ബ്രിക്കിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ബ്രിക്കിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് തന്നെ ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ പറഞ്ഞു അല്ലെ, മോഡുലാർ ബ്രിക്കും അതുപോലെ തന്നെ ട്രഡീഷണൽ ബ്രിക്കിൻ്റെതും പറഞ്ഞു, അല്ലെങ്കിൽ നോൺ മോഡുലാർ ബ്രിക്കിൻ്റെത് അല്ലെ. നോൺ മോഡുലാർ ബ്രിക്ക് ആണെങ്കിൽ 23 × 11.4 by 7.6 cm ആണ് സൈസ് വരുന്നത്. മോഡുലാർ ബ്രിക്ക് ആണെങ്കിൽ 19 by 9 by 9 സ്റ്റാൻഡേർഡ് സൈസും, നോമിനൽ സൈസ് ആണെങ്കിൽ 20 by 10 by 10 നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ കോമ്പോസിഷൻ ഓഫ് ബ്രിക്ക് എർത്ത് ആണ്. എന്തൊക്കെ കോമ്പോസിഷൻ ആയിരുന്നു? സാലിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, സിലിക്ക, അലുമിന, ലൈം, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ ആണ്. സിലിക്ക 50 to 60% ആണ്, ഒരു മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് അല്ലേ നമ്മൾ ഈ ഒരു ബ്രിക്കിന്റെ. അതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യുന്നത് ക്രാക്കും ഷ്രിങ്കേജും ആണ്. എക്സസ് ആയി കഴിഞ്ഞാൽ ബ്രിട്ടിലാണ് ആവുക. പിന്നെ അലൂമിനിയം ആണെങ്കിൽ 20 to 30% ആണ്. ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും. ഇമ്പാക്ട് ചെയ്യുന്നത് പ്ലാസ്റ്റിസിറ്റി ആണ്. എക്സസ് ആയി കഴിഞ്ഞാൽ ക്രാക്കും റാപ്പും ആവും അല്ലേ. പിന്നെ നെക്സ്റ്റ് അലൂമിനിയം ആണ്. അലൂമിനിയം ലെസ് ദാൻ 5% ആണ് ബ്രിക്കിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആക്ട് ആസ് ഫ്ലെക്സ് അല്ലേ. പിന്നെ എന്താണ് പ്രിവെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷ്രിങ്കേജ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അയൺ ഓക്സൈഡ് നോക്കുകയാണെങ്കിൽ 5 to 6% ആണ് ബ്രിക്കിന് ഈ റെഡ് കളർ കൊടുക്കുന്നത് അയൺ ഓക്സൈഡ് ആണ്. എക്സസ് ആയി കഴിഞ്ഞാൽ ബ്ലൂ കളർ ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മഗ്നീഷ്യ വരുന്നത് 1 to 2% ആണ്. ഷ്രിങ്കേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക് ആയിരുന്നു അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ പറഞ്ഞു. പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ അൺസോയിലിംഗ്, ഡിഗ്ഗിങ്, ക്ലീനിങ്, വെതറിങ്, ബ്ലെൻഡിങ്, ടെമ്പറിങ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ മൗൾഡിങ് പറഞ്ഞു. മൗൾഡിങ് പറയുന്ന സമയത്ത് നമ്മൾ സ്ലോപ്പ് മൗൾഡും സാൻഡ് മൗൾഡും പറഞ്ഞു, എന്താണെന്ന് നോക്കുക. പിന്നെ ഡ്രൈയിങ് അല്ലേ, ഡ്രൈയിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബേണിങ്ങിൽ ക്ലാമ്പ് ബേണിങ്ങും കിലൻ ബേണിങ്ങും പറഞ്ഞു. ക്ലാമ്പ് ബേണിങ് നമ്മൾ ചെയ്യുന്നത് സ്മോൾ സ്കെയിലിലേക്കാണ്. കിലൻ ബേണിംഗ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ലാർജ് സ്കെയിലിലേക്കാണെന്ന് പറഞ്ഞു. പിന്നെ കിലൻ ബേണിങ്ങിൽ നമ്മൾ ഇന്റർമിറ്റന്റ് കിലനും കണ്ടിന്യൂസ് കിലനും പറഞ്ഞു. ഇന്റർമിറ്റന്റ് കിലന് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല അല്ലെ. ക്ലാസിഫിക്കേഷൻ ഇന്റർമിറ്റന്റ് കിലൻ ആണെങ്കിൽ ഇന്റർമിറ്റന്റ് അപ്രൈറ്റ് കിലനും അതുപോലെ തന്നെ ഇന്റർമിറ്റന്റ് ഡൗൺ റൈറ്റ് കിലൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് കിലൻ ആണെങ്കിൽ ബുൾസ്ട്രെഞ്ച്, ഹോഫ്മാൻസ്, ടണൽ കിലൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ബുൾസ്ട്രെഞ്ച് കിലൻ ആണ് വൈഡ്ലി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. ഹോഫ്മാൻസ് കിലൻ ആണ് നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ഗുഡ് ബ്രിക്കിന്റെ ടെസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ കംപ്രസീവ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം വേണ്ടത് 3.5 Nm/mm² ആണ് വേണ്ടത്. IS 1077 ആണ് അല്ലേ ബ്രിക്കിന്റെ IS കൂടെ, അതും കൂടെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 14 Nm/mm² ആണ്. സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 7 to 14 Nm/mm². തേർഡ് ക്ലാസ് ആണെങ്കിൽ 3.5 to 7 Nm/mm² ആണ്.
പിന്നെ വാട്ടർ അബ്സോർപ്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 20% ആയിരിക്കണം. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ നോട്ട് ഗ്രേറ്റർ ദാൻ 22% ആയിരിക്കണം. തേർഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ നോട്ട് ഗ്രേറ്റർ ദാൻ 25% ആയിരിക്കണം. പിന്നെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുക അല്ലേ. സ്ക്രാച്ച് വിത്ത് ഫിംഗർ നെയിലാണ് നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് ആണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ടൈലിൻ്റെ ടോപ്പിക്കാണ്. ടൈലിൻ്റെ ടോപ്പിക്കിൽ നമ്മൾ സിലബസിൽ എന്തൊക്കെയാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്? ടൈലില് സിലബസ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. സിലബസിൽ നമുക്ക് ടൈൽ എന്ന് പറഞ്ഞിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള ഏരിയാസ് നമുക്ക് വേഗം ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. നമുക്ക് കംപ്ലീറ്റ് പോർഷൻസ് റിവൈസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പറയുന്നത്. ടൈലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ടൈപ്പ് ഓഫ് ടൈല്, ക്യാരക്ടറിസ്റ്റിക്സ് യൂസ്ഡ്, അതുപോലെ തന്നെ ഫ്ലോറ്, വാൾ ആൻഡ് റൂഫിംഗ് ടൈൽസ്, പോർസലൈന്, വിട്രിഫൈഡ് ആൻഡ് ഗ്ലേസ്ഡ് ടൈല്, എർത്തൻ വെയർ ആൻഡ് സ്റ്റോൺ വെയർ പൈപ്പ്, പിന്നെ യൂസസും ഒക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് ടൈലിൻ്റെ പോർഷൻസിൽ നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ടൈൽ എടുക്കാം. ടൈല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു തിൻ സ്ലാബ് ഓഫ് ബ്രിക്ക് ആണ് അല്ലേ. നമ്മൾ ടൈലിനെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു തിൻ സ്ലാബ് ഓഫ് ബ്രിക്കിനെയാണ് നമ്മൾ ടൈൽ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ടൈലിൻ്റെ ജസ്റ്റ് അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് പറയാം. ടൈൽ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് മാനുഫാക്ചർ ഓഫ് ടൈൽ അല്ലേ. മാനുഫാക്ചർ ഓഫ് ടൈൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ്. ഓഫ് ക്ലേ. സെക്കൻഡ് വരുന്നത് മൗൾഡിങ്. തേർഡ് വരുന്നത് ഡ്രൈയിങ്. ഫോർത്ത് ബേണിങ് അല്ലേ. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ടൈലിൻ്റെ മാനുഫാക്ചറിങ്ങിൽ വരുന്നത്. ജസ്റ്റ് അതിൻ്റെ പ്രോസസ്സ് പറഞ്ഞേ ഉള്ളൂ. അതുപോലെ നമ്മൾ ടൈല് ബേൺ ചെയ്യുന്നത് ഏത് കിലണിലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സിയാൽകോട്ട് കിലൺ ആണ് കേട്ടോ. സിയാൽകോട്ട് കിലണിലാണ് നമ്മൾ ഈ ഒരു ടൈലിനെ ബേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ടൈല് നോക്കാം. ടൈപ്പ് ഓഫ് ടൈല് അല്ലേ. ടൈപ്പ് ഓഫ് ടൈലില് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫ്ലോർ ടൈല് ഓർ പേവിംഗ് ടൈലാണ്. ഇതിന്റെ ഷേപ്പ് ഉണ്ടാവുക എങ്ങനെയാണ്? സ്ക്വയർ, ഹെക്സഗണൽ ഷേപ്പ് ഒക്കെയാണ് അല്ലേ ഉണ്ടാവുക. ഹെക്സഗണൽ ഷേപ്പ് ഒക്കെയാണ് ഉണ്ടാവുക. പിന്നെ അതിന്റെ തിക്നെസിന്റെ റേഞ്ചും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. 12 mm to 50 mm വരെയാണ് തിക്നെസിന്റെ റേഞ്ച് ഉണ്ടാവുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഫ്ലോർ ടൈലാണ് നോക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റൂഫിംഗ് ടൈലാണ് കേട്ടോ. റൂഫിംഗ് ടൈല്, റൂഫ് ടൈലാണ്. അപ്പം റൂഫിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഫ്ലോർ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോറിങ്ങിനും പേവിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈലാണ് ഫ്ലോർ ടൈൽ എന്ന് പറയുന്നത്. റൂഫിംഗ് ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂഫിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ടൈലാണ് റൂഫിംഗ് ടൈൽ എന്ന് പറയുന്നത്. അതിൽ ഓരോന്നായിട്ട് ജസ്റ്റ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നാണ് ഫ്ലെമിഷ് ടൈൽ. ഫ്ലെമിഷ് ടൈൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ണാണ് ഫ്ലെമിഷ് ടൈല്. ഇതൊരു എസ് ഷേപ്പിലുള്ള ടൈലാണ്. ഇതേ രീതിയിൽ നിങ്ങൾ റൂഫിൽ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ റൂഫ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു എസ് ഷേപ്പിലുള്ള ടൈലിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ടൈൽ എന്ന് പറയുന്നത്. നോക്കി വെക്കുക. പിന്നെ സെക്കൻഡ് ടൈൽ ഏതാണ്? സെക്കൻഡ് ടൈല് കോറഗേറ്റഡ് ടൈലാണ്. കോറഗേറ്റഡ് ടൈല്. കോറഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈലിൽ കോറഗേഷൻസ് കൊടുക്കുന്നത് അല്ലേ. കോറഗേഷൻസ് ആർ പ്രൊവൈഡഡ് ഓൺ ടൈൽ അല്ലേ. ആ ഒരു ടൈപ്പ് ടൈലിനെയാണ് നമ്മൾ കോറഗേറ്റഡ് ടൈൽ എന്ന് പറയുന്നത്. കോറഗേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമ്മളിപ്പോൾ ഒരു ടൈൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കോറഗേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതാണ് കോറഗേറ്റഡ് ടൈൽ എന്ന് പറയുന്നത്. തേർഡ് വൺ ഏതാണ്? തേർഡ് വണ്ണ് അലഹബാദ് ടൈൽ അല്ലേ.
അലഹബാദ് ടൈലാണ് നെക്സ്റ്റ് റൂഫിംഗ് ടൈല് നോക്കാനുള്ളത്. നമ്മൾ സുപ്പീരിയർ ടൈപ്പ് ഓഫ് ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ടൈലാണ് ഈ ഒരു അലഹബാദ് ടൈൽ എന്ന് പറയുന്നത്. ഏതാണ്? സുപ്പീരിയർ ടൈപ്പ് ഓഫ് ക്ലേ യൂസ് ചെയ്തിട്ട് അല്ലേ, ക്ലേ ഈസ് യൂസ്ഡ് ഫോർ ദിസ് പേർപ്പസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ടൈലാണ് ഗുണ ടൈല്. ഗുണ ടൈല് അല്ലേ, ഗുണ ടൈല് ഏത് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക? കോണിക്കൽ ഷേപ്പിലുള്ളൊരു ടൈലാണ് ഗുണ ടൈൽ എന്ന് പറയുന്നത്. കോണിക്കൽ ഷേപ്പ്ഡ് ടൈലാണ് ഗുണ ടൈൽ എന്ന് പറയുന്നത്. നോക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ അല്ലേ, ഫിഫ്ത്ത് വൺ ആണ് മാംഗ്ലൂർ പാറ്റേൺ ടൈല്. മാംഗ്ലൂർ പാറ്റേൺ ടൈലാണ് MP ടൈൽ എന്ന് ഇതിനെ പറയും. മാംഗ്ലൂർ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്ഷൻ കൊടുക്കും ഇന്റർലോക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ടൈൽ വിത്ത് സ്യൂട്ടബിൾ പ്രൊജക്ഷൻസ് ടു ഇന്റർലോക്ക് ഈച്ച് അതർ. അത് നോക്കി വെക്കുക. പിന്നെ ഈ ഒരു മാംഗ്ലൂർ പാറ്റേൺ ടൈലിന്റെ വാട്ടർ അബ്സോർപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതിന്റെ IS കോഡ് വരുന്നത് IS 654, റിവൈസ്ഡ് ആയിട്ട് വരുന്നത് 1992 ആണ്. അതിൽ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് ഈ MP ടൈലിന് ക്ലാസ് എയും ക്ലാസ് എയും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല അല്ലെ ക്ലാസ്. ക്ലാസ് എ, ക്ലാസ് എ ഇതേ രീതിയിൽ വരികയാണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് 18% ആണ്. ക്ലാസ് എ ആവുന്ന സമയത്ത് 20% ആണ്. പിന്നെ അതുപോലെ തന്നെ ഏവറേജ് ബ്രേക്കിംഗ് ലോഡ് അല്ലെ, ഏവറേജ് ബ്രേക്കിംഗ് ലോഡാണെങ്കിൽ ക്ലാസ് എ ടൈലിന് വരുന്നത് 1 kN ആണ്. ക്ലാസ് എ ആണെങ്കിൽ 0.8 kN ആണ്. നോക്കി വെക്കുക. റിവൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. മുന്നേ ഉള്ളതാണെങ്കിൽ 1962 ഈ ഒരു 18%ന്റെ പകരം അവിടെ 19% എന്നാണ് ഉണ്ടാവുക. ഈ ഒരു 20%ന്റെ പകരം 24% ആണ് ഉണ്ടാവുക. അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മാംഗ്ലൂർ പാറ്റേൺ ടൈലാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് എർത്തൻവെയർ നോക്കാം അല്ലേ. എർത്തൻവെയർ നോക്കാം. എർത്തൻവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം ക്ലേ ആണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എർത്തൻവെയർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എർത്തൻവെയറിനെ ഉണ്ടാക്കുന്നത്. ഈ ഒരു എർത്തൻവെയർ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡിനറി ഡ്രെയിൻ പൈപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കേബിൾ കോൺഡ്യൂട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടീഷൻ ബ്ലോക്കിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു എർത്തൻവെയർ ടൈൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയാലോ. ജസ്റ്റ് എർത്തൻവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ പ്രിപ്പയർഡ് ഫ്രം ക്ലേ ആണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി അല്ലേ. കൂൾ ഡൗൺ സ്ലോലി എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓർഡിനറി ഡ്രെയിൻ പൈപ്പ് ഉണ്ടാക്കേണ്ടിയിട്ട്, അതുപോലെ തന്നെ പാർട്ടീഷൻ ബ്ലോക്ക് അല്ലേ, പാർട്ടീഷൻ ബ്ലോക്കിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു എർത്തൻവെയർ ടൈല് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എർത്തൻവെയർ എന്താണ്? ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം ക്ലേ ആണ്. അപ്പം നോക്കി വെക്കുക. എർത്തൻവെയർ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളൊരു പോർഷൻ ആണ് സ്റ്റോൺ വെയർ അല്ലേ. സ്റ്റോൺ വെയർ ആണ്. സ്റ്റോൺ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
സ്റ്റോൺ വെയർ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം റിഫ്രാക്ടറി ക്ലേ അല്ലേ. കുറച്ചുകൂടെ നമ്മൾ ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം ക്ലേ ആണ് എർത്തൻ വെയർ എന്ന് പറയുന്നത്. പക്ഷെ റിഫ്രാക്ടറി ക്ലേ എന്ന് ഉണ്ടാക്കുന്നതാണ് സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി. എർത്തൻ വെയർ എങ്ങനെയാണ്? ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി ആണ്. സ്റ്റോൺ വെയർ ആവുന്ന സമയത്ത് ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി. ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വാഷ് ബേസിൻ, സീവിയർ പൈപ്പ്, അതുപോലെ തന്നെ വാട്ടർ ക്ലോസറ്റ് ഉണ്ടാക്കാൻ, ഗള്ളി ട്രാപ്പ് ഒക്കെ അല്ലെ, അതൊക്കെ ഉണ്ടാക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സ്റ്റോൺ വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് മുതൽ എന്താണ് ഇത്, എങ്ങനെയാണല്ലോ ഇതിന്റെ പ്രിപ്പറേഷൻ വരുന്നത്? ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം റിഫ്രാക്ടറി ക്ലേ ആണ്. ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം റിഫ്രാക്ടറി ക്ലേ ആണ് നമ്മൾ സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? ബേൺഡ് at high temperature and cool down slowly. പിന്നെ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? വാഷ് ബേസിൻ, സീവിയർ പൈപ്പ്, പിന്നെ എന്താണ് വാട്ടർ ക്ലോസറ്റ്, ഗള്ളി ട്രാപ്പിനൊക്കെ വേണ്ടിയിട്ട് അല്ലേ, ഗള്ളി ട്രാപ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. നമ്മൾ ബ്രിക്കിൻ്റെ കുറേ പോർഷൻസ് പറഞ്ഞു, ടൈലിൽ നമ്മൾ ഓൾമോസ്റ്റ് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ടൈലിൻ്റെ പോർഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞതൊന്ന് ജസ്റ്റ് മൊത്തത്തിൽ നമുക്കൊന്ന് പറയാം. ടൈല് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടൈല് നമ്മൾ എന്തെന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടൈലെന്ന് പറയുന്നത് ഒരു ക്ലേ പ്രൊഡക്റ്റ് ആണ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈലും അതുപോലെ തന്നെ സ്റ്റോൺ വെയറും എർത്തൻ വെയറും എന്നൊക്കെ പറയുന്നത് ഒരു ക്ലേ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. സ്റ്റോൺ വെയർ എർത്തൻ വെയറും ആണല്ലേ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ടൈലും സ്റ്റോൺ വെയറും എർത്തൻ വെയറും ഒക്കെ ഒരു ക്ലേ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ ടൈലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു അല്ലേ. ടൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ സ്ലാബ് ഓഫ് ബ്രിക്കിനെയാണ് നമ്മൾ ടൈലെന്ന് പറയുന്നത്. ടൈലിൽ തന്നെ നമ്മൾ കോമൺ ടൈലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എൻകോസ്റ്റിക് ടൈൽ എന്ന് പറഞ്ഞിട്ട് ടൈലുണ്ട്. എൻകോസ്റ്റിക് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈലിനെയാണ് നമ്മൾ എൻകോസ്റ്റിക് ടൈൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ മാനുഫാക്ചറിങ് ഓഫ് കോമൺ ടൈൽ പറഞ്ഞു അല്ലേ. മാനുഫാക്ചറിങ് ഓഫ് കോമൺ ടൈലിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, മൗൾഡിങ്, ഡ്രൈയിങ്, ബേണിങ് അല്ലേ. പിന്നെ നമുക്ക് എന്താണ് നമുക്ക് നോക്കാനുള്ളത്? എന്തിലാണ് നമ്മൾ ടൈല് ബേൺ ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. ബേണിങ് ഓഫ് ടൈൽ എന്ന് പറയുന്നത് സിയാൽകോട്ട് കിലനിലാണ്. അത് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ടൈൽ അല്ലേ. ടൈപ്പ് ഓഫ് കോമൺ ടൈലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടൈപ്പ് ഓഫ് കോമൺ ടൈൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതാണ്? ഫ്ലെമിഷ് ടൈൽ അല്ലേ. ഫ്ലെമിഷ് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഷേപ്പിലുള്ള ടൈലാണ്. എസ് ഷേപ്പിലുള്ള ടൈലാണ്, നോക്കി വെക്കുക. ഫ്ലെമിഷ് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഷേപ്പിലുള്ള ടൈലാണ് വരുന്നത്. പിന്നെ ഗുണ ടൈൽ നമ്മൾ പറഞ്ഞു. ഗുണ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണിക്കൽ ഷേപ്പിൽ ടൈലാണ് വരുന്നത്. പിന്നെ കോറഗേറ്റഡ് ടൈല് പറഞ്ഞു. കോറഗേറ്റഡ് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറഗേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന ടൈലിന് നമ്മൾ കോറഗേറ്റഡ് ടൈൽ എന്ന് പറയും. പിന്നെ അലഹബാദ് ടൈൽ അല്ലേ. അലഹബാദ് ടൈൽ അല്ലെങ്കിൽ ഇറ്റാലിയൻ ടൈൽ എന്ന് നമ്മൾ പറയും. അത് സുപ്പീരിയർ ടൈപ്പ് ഓഫ് ക്ലേ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ടൈലിനെയാണ് നമ്മൾ അലഹബാദ് ടൈൽ അല്ലെങ്കിൽ ഇറ്റാലിയൻ ടൈൽ കേട്ടോ. അതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ റൂഫിംഗ് ടൈലാണ് കേട്ടോ. റൂഫിംഗ് ടൈലിൽ വരുന്നതാണ് ഫ്ലെമിഷ് ടൈല്, ഗുണ ടൈല്, കോറഗേറ്റഡ് ടൈല്, അലഹബാദ് ടൈല്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പറയാത്ത മാംഗനൂർ ടൈല് അല്ലേ. മാംഗ്ലൂർ ടൈലില് മാംഗ്ലൂർ പാറ്റേൺ ടൈല് അല്ലേ. അത് 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. മാംഗ്ലൂർ പാറ്റേൺ ടൈല് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? മാംഗ്ലൂർ ടൈപ്പ് ടൈല് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇന്റർലോക്കിംഗ് വിത്ത് ഈച്ച് അതർ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ദാറ്റ് ടൈൽ വിത്ത് സ്യൂട്ടബിൾ പ്രൊജക്ഷൻ ടു ഇന്റർലോക്ക് ഈച്ച് അതർ. അതിൽ നമ്മൾ എ ടൈപ്പും ഉണ്ട്, ക്ലാസ് എ ടൈപ്പും ഉണ്ട്. അതിൽ ക്ലാസ് എ ടൈപ്പിലുള്ള വാട്ടർ അബ്സോർപ്ഷൻ റിവൈസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള IS കോഡ് വെച്ചിട്ടാണെങ്കിൽ 20% ആണ്. അതുപോലെ തന്നെ ക്ലാസ് എ ടൈപ്പിൻ്റെതാണെങ്കിൽ 18% ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ആവറേജ് ബ്രേക്കിംഗ് ലോഡ് നമ്മൾ പറഞ്ഞു 0.8 ന്യൂട്ടൺ ആണ് ക്ലാസ് എൻ്റെത് വരുന്നത്. ക്ലാസ് എൻ്റെത് 1 കിലോ ന്യൂട്ടൺ ആണ് വരുന്നത്.
പിന്നെ നമുക്ക് പറയാനുണ്ടായിരുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ ടൈലിൻ്റെ നമ്മൾ പറഞ്ഞു. പിന്നെ എർത്തൻ വെയർ ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. എർത്തൻ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം ക്ലേ ആണ് എർത്തൻ വെയർ എന്ന് പറയുന്നത്. എങ്ങനെയാണത് ഉണ്ടാക്കുന്നത്? ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി ആണ്. ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആണ്, കൂൾ ഡൗൺ സ്ലോലി ആണ് നമ്മൾ എർത്തൻ വെയറിൽ നോക്കേണ്ടത്. മറിച്ച് സ്റ്റോൺ വെയർ ആണെങ്കിൽ ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം റിഫ്രാക്ടറി ക്ലേ ആണ് കേട്ടോ. റിഫ്രാക്ടറി ക്ലേ എന്നുണ്ടാക്കുന്ന ആർട്ടിക്കിൾസിനെയാണ് നമ്മൾ സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പോർഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ബ്രിക്കും ടൈലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എന്തായാലും നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും കറക്റ്റ് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം എല്ലാവർക്കും ഓരോ പോർഷൻസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. പിന്നെ ക്ലാസ്സസ് നമ്മൾ 1 ഹവറിൽ ഷോർട്ടാക്കി ഇടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു ടൈമൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് 1 ഹവർ എന്നുള്ളൊരു മാക്സിമം ലിമിറ്റ് ആയിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പം കറക്റ്റ് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു സിലബസ് റിവിഷൻ എന്നുള്ള രീതിയിൽ കാണാൻ നോക്കുക. അങ്ങനെ ആകുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.